قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മാനുർ റഹീമായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാനിൻ്റെ പ്രഥമമായ 10 ദിവസം പ്രഥമ 10 നമ്മളുമായി വിട പറയുകയാണ്. കഴിഞ്ഞുപോയ രാപ്പകലുകളിലെ കുറവുകൾ നികത്തി വരുന്ന രാപ്പകലുകൾ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാനിലെ നോമ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മുഖ്യമായും 4 കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എന്താണ് നോമ്പ് എന്നുള്ളത്. രണ്ടാമത്തേത് എങ്ങനെയാണ് നോമ്പ് എന്ന കാര്യം. മൂന്നാമത്തേത് എന്തിനാണ് നോമ്പ് എന്ന കാര്യം. നാലാമത്തേത് എന്തുകൊണ്ടാണ് നോമ്പ് എന്നും നാം മനസ്സിലാക്കണം. ഈ 4 കാര്യങ്ങൾ ശരിയായ വിധം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് നോമ്പ്, എങ്ങനെയാണ് നോമ്പ്, എന്തിനാണ് നോമ്പ്, എന്തുകൊണ്ടാണ് നോമ്പ്. അതിൽ എന്തിനാണ് നോമ്പ് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് നോമ്പ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മൾ എന്തുകൊണ്ടാണ് നോമ്പ് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലളിതമായ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നോമ്പ് പിടിക്കാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ നോമ്പ് പിടിക്കുന്നു എന്ന ലളിതമായ ഉത്തരത്തിനപ്പുറം അല്ലാഹു തന്നെ പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ റമദാനിലാണ് ഞാൻ ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണത്തിൻ്റെ ആരംഭം കുറിച്ചത്, അതിനാൽ നിങ്ങൾ നോമ്പ് പിടിക്കണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ ആമുഖത്തിൽ ഓതി വച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനത്തിലാണ് അല്ലാഹു പറയുന്നത്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ ഖുർആൻ ഞാൻ അവതരിപ്പിച്ചത് ശഹ്റു റമദാൻ മാസത്തിലാണ്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശകമായി, ഹുദയായി. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, അതിൻ്റെ വിശദീകരണമായി. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചകമായി. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഖുർആനിൻ്റെ 3 വിശേഷണം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഖുർആൻ ഞാൻ അവതരിപ്പിച്ചത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. ഫമൻ ഷഹിദ മിൻകും, അതിനാൽ, അങ്ങനെ തന്നെയാണ് അള്ളാഹ് പറയുന്നത്, അതിനാൽ
നിങ്ങളിൽ ആർ ആ മാസത്തിന് സാക്ഷിയായോ അവർ നോമ്പെടുക്കട്ടെ. അപ്പോൾ വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ നമ്മളോട് കൽപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിക്കാൻ കാരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നമുക്ക് നോമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുക സാധ്യമേ അല്ല. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കി നോമ്പിനെ കുറിച്ചുള്ള ചർച്ച സാധ്യമേ അല്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയെ മാറ്റി നിർത്തി നോമ്പിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. കാരണം ഈ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് റമദാനിലായതുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമുദായത്തിന് ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, അന്വേഷിച്ചാൽ, പഠിച്ചാൽ ദൗർഭാഗ്യവശാൽ ഈ സമുദായത്തിന് ഖുർആനുമായി കാര്യമായ ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഖുർആനുമായിട്ടുള്ള ഈ സമുദായത്തിൻ്റെ ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ കാര്യമായൊരു ബന്ധവുമില്ല. ഇനി ബന്ധമുള്ളവർക്ക് തന്നെയുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഓത്തുബന്ധവും ഹത്തം തീർക്കണ ബന്ധവുമാണ് ഉള്ളത്. ഈ ഹത്തം തീർക്കണ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ അതും കൂടുതലായി ചെയ്യുന്നത് നമ്മുടെ സഹോദരിമാരാണ്. അവരാണ് ഹത്തം തീർക്കുന്നവരിൽ കൂടുതലുമുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹത്തം തീർക്കണ സ്വഭാവം ഇല്ലാത്ത ഒരവസ്ഥയാണ് പൊതുവിലുള്ളത്. പുരുഷന്മാർ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം, അതാണ് നമ്മൾ പറഞ്ഞത്, ഖുർആനുമായിട്ടുള്ള ബന്ധം പൊതുവിൽ മുസ്ലിം സമുദായത്തിന് കുറവാണ്. ഒരു മൈക്രോ പെർസെൻറ്റേജ് മാത്രമാണ് വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആശയം ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഈ സമുദായത്തിൽ ഒരു മൈക്രോ പെർസെൻറ്റേജ് മാത്രമാണ്, വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമാണ്. എന്നാലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹുദയായി, മാർഗദർശനമായി, നമുക്ക് ശിഫയായി, ആശ്വാസമായി, നമുക്ക് റഹ്മത്തായി, കാരുണ്യമായി, നമുക്ക് സത്യാസത്യ വിവേചകമായി അഥവാ ഫുർഖാനായി, മിനൽ ളുലുമാതി ഇലൻ നൂർ ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഗ്രന്ഥമായി, ഉത്ബോധനമായി അഥവാ ദിക്റായി, സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗം കാണിച്ചു തന്നുകൊണ്ടുള്ള രേഖയായി, പ്രമാണരേഖയായി, ഇങ്ങനെയൊക്കെയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു കിതാബാണ്, അല്ലെങ്കിൽ ഒരു പ്രമാണരേഖയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ഖുർആനിനെ മുസ്ലിം സമുദായം പല രൂപത്തിൽ അവഗണിക്കുകയാണ്. ഇനി പരിഗണിച്ചാൽ തന്നെ അത് ഓതി കൂലി വാങ്ങാനുള്ള ഒരു ഗ്രന്ഥമായി അതിനെ നമ്മൾ ചുരുട്ടിക്കിട്ടി. എൻ്റെ സഹോദരന്മാർ ഒന്ന് ഗൗരവമായി ചിന്തിച്ചു നോക്കൂ. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിൻ്റെ മുഖദ്ദിമയാണ്, അഥവാ ആമുഖമാണ്, പ്രീഫേസ് ആണ്. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ വെറും 7 സൂക്തങ്ങളാണുള്ളത്, 7 വാചകങ്ങളാണുള്ളത്. ഈ ഫാത്തിഹയാണ് നമ്മൾ എല്ലാ ദിവസവും 17 പ്രാവശ്യം നമസ്കാരത്തിൽ ഓതുന്നത്. 17 റക്അത്താണ് നമ്മൾ ഒരു ദിവസം നമസ്കരിക്കുന്നത്. നിർബന്ധ നമസ്കാരത്തിൻ്റെ ഭാഗമായി, ഫർദ് നമസ്കാരത്തിൻ്റെ ഭാഗമായി 17 പ്രാവശ്യമാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത്. ഒരു ദിവസം 17 പ്രാവശ്യം നമ്മൾ ഫാത്തിഹ ഓതുന്ന ഒരു നമസ്കാരക്കാരൻ ഒരു മാസം നമസ്കരിക്കുമ്പോൾ 510 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. ഒരു കൊല്ലം അയാൾ ഫാത്തിഹ ഓതി ഫർദ് നമസ്കാരം മാത്രം നിർവഹിക്കുമ്പോൾ 6120 ഫാത്തിഹ അയാൾ ഓതിയിട്ടുണ്ടാകും. 10 കൊല്ലമായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം 61,200 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും ഈ 10 കൊല്ലത്തിനിടയിൽ. 30 കൊല്ലം നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം
1,83,600 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. 1,83,600 ഫാത്തിഹ. 30 കൊല്ലം ആയി നമസ്കരിക്കുന്ന നിരവധി ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. 30 കൊല്ലം നമസ്കരിച്ച ഒരാൾ 1,83,600 ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിക്കണം, 1,83,000 പ്രാവശ്യം ഫാത്തിഹ ഓതിയിട്ടും അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാവുന്ന എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്? ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, നിസ്കരിക്കുന്നവരും. മുസ്ലിം സമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം പുറത്തല്ല ഉള്ളത്. നമ്മുടെ മുസ്ലിം സമുദായത്തിലെ നമസ്കാരക്കാരെ നമ്മളൊന്ന് എടുത്താൽ ഒരു ദിവസത്തിൽ 17 പ്രാവശ്യവും 30 കൊല്ലം കൊണ്ട് 1,83,600 ഫാത്തിഹയും ഓതുന്ന മനുഷ്യരിൽ, മുസ്ലിങ്ങളിൽ എത്ര പേർക്ക് അതിൻ്റെ അർത്ഥമറിയാം എന്ന് ചോദിച്ചാൽ അതിനെന്തായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് നൽകാൻ പറ്റുന്ന ഉത്തരം? ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഫാത്തിഹയുടെ അർത്ഥം, ഇത്രയും നാളായി നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ? ഖുർആനിൻ്റെ 7 ആയത്തുകൾ മാത്രമുള്ള ഒരു അധ്യായമാണത്. നിരന്തരമായി നമ്മൾ ഓതുകയാണ്. അത് നമസ്കാരത്തിൽ മാത്രമല്ലെന്ന് ആലോചിക്കണം. സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകൾ അതിന് ഓതുന്നു. അതല്ലാതെ ഫാത്തിഹ ഓതുന്ന ആളുകളുണ്ട് വേറെ, അവരും ഓതുകയാണ്. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു 30 കൊല്ലം ജീവിച്ചാൽ എത്ര ലക്ഷം ഫാത്തിഹ ഓതിയിട്ടുണ്ടാകും? എന്നിട്ട് അതിൻ്റെ അർത്ഥം അറിയാവുന്ന എത്ര ആളുകൾ ഈ സമുദായത്തിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്? നമ്മളൊന്ന് ആലോചിക്കണം. എന്തെല്ലാം നമ്മൾ വായിച്ചു, എന്തെല്ലാം നമ്മൾ പഠിച്ചു, എന്തെല്ലാം റിസ്കുകളാണ് നമ്മൾ നമ്മുടെ ഈ 10-30 കൊല്ലത്തെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് വളരെ പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടും നമ്മൾ അധ്വാനിച്ചും നേടിയെടുത്തത്. അതൊക്കെ നമ്മൾ നേടിയെടുത്തു. എന്നിട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരു ഫാത്തിഹയുടെ അർത്ഥം പോലും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല എന്നാണ് അതിന് ഉത്തരം പറയാൻ കഴിയുക. 7 ആയത്തുള്ള വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായത്തിൻ്റെ അർത്ഥം പോലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. നമ്മൾ പലതും നേടാൻ ശ്രമിച്ചു ജീവിതത്തിൽ, നമ്മൾ പലതും മനസ്സിലാക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ, നമ്മൾ പലതും പഠിക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ. ഇല്ലേ? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തെല്ലാം പഠിക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ? അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? എന്തെല്ലാം നമ്മൾ നേടാൻ ശ്രമിച്ചു? അതൊക്കെ നമ്മൾ നേടിയില്ലേ? നമ്മൾ നേടിയതിൻ്റെ വലിയ ഒരു ലിസ്റ്റ് നമ്മുടെ കൈവശമില്ലേ? എന്നാൽ പ്രപഞ്ചനാഥന്റെ വേദഗ്രന്ഥത്തിലെ പ്രഥമ അധ്യായത്തിൻ്റെ അർത്ഥം പോലും അറിയാനുള്ള ശ്രമം നമ്മൾ നടത്തിയില്ല, അതുമാത്രം നമ്മൾ നേടിയില്ല എന്ന് വന്നാൽ അതെത്രമാത്രം വലിയ ദൗർഭാഗ്യകരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. വെറും 7 ആയത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ സന്നദ്ധമല്ലാത്ത നമ്മൾ പിന്നെ 6230 ആയത്ത് ഉൾക്കൊള്ളുന്ന അത് അർത്ഥസഹിതം വായിച്ചില്ല എന്ന് പറയുന്ന വലിയ അപരാധമായി മാറുമോ? നമ്മൾ വായിക്കുമോ? ഫാത്തിഹയുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ സന്നദ്ധമല്ലാത്ത നമ്മൾ 6236 ആയത്ത് ഉൾക്കൊള്ളുന്ന വിശദമായ ആ ഗ്രന്ഥം മലയാളത്തിൽ അർത്ഥസഹിതം വായിക്കുക എന്ന് പറയുന്നത്, വായിച്ചില്ല എന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമായി മാറുമോ? ഇതിനകത്ത് ഏറ്റവും ഖേദകരമായ സംഗതി, നമുക്ക് ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല എന്ന് മാത്രമല്ല, അതറിയാത്തതിൽ നമുക്ക് ഒരു മനോവിഷമവും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതറിയാത്തത് ഒരു പോരായികയായിട്ട് നമുക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. അതറിയാത്തത് ഒരു കുറ്റമായി, ഒരു കുറവായി നമുക്ക് തോന്നിയിട്ടില്ല. അതാണ് ഇതിനേക്കാൾ ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം. ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ ഓതിയിട്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലല്ലോ തമ്പുരാനെ എന്ന് മനസ്സിൻ്റെ ഉള്ളകത്തിലിരുന്നൊരു വേദന, ഒരു പുളച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ പിന്നെയുമുണ്ട്. പക്ഷേ അതിനു പോലുമുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. ബാഗ് യാത്രാമധ്യേ തോളിൽ കിടന്ന ബാഗ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ബാഗ് നഷ്ടപ്പെട്ടു എന്ന ബോധവും കൂടി നഷ്ടപ്പെട്ട ആളുകളായി നമ്മൾ മാറി. ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല എന്ന് മാത്രമല്ല, ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല എന്ന ബോധവും അത് വലിയ കുറവാണ് എന്ന് തോന്നലൊന്നും ആർക്കും ഈ സമുദായത്തിൽ ഇല്ലാതായി മാറി എന്നതാണ് വസ്തുത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ്. പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടി വന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം നോമ്പ് പിടിക്കുന്ന ആളുകളാണ്. നല്ലൊരു ശതമാനവും, യുവാക്കളടക്കം മിക്കവാറും ആളുകളെല്ലാം റമദാനായാൽ നോമ്പ് പിടിക്കും. പക്ഷെ അതിന് കാരണമായ വിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട്, അതിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്.
ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മെ നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മെ നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, സാമ്പത്തികമായിട്ടും അല്ലാതെയും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നു അയാൾ ഒരു ബുക്ക് എഴുതി. സ്വാഭാവികമായിട്ടും ആ ബുക്ക് വാങ്ങി നമ്മൾ വായിക്കൂലേ? നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എഴുതിയ ഒരു ബുക്കാണ്. അത് അയാൾ പറഞ്ഞില്ലെങ്കിലും ആരും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളോട് പറയില്ലേ, ആ പുസ്തകം ഒന്ന് വാങ്ങണം, അതൊന്ന് വായിക്കണം, കാരണം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആ അദ്ദേഹം എഴുതിയതാണല്ലോ എന്ന തോന്നൽ നമുക്കുണ്ടാവില്ലേ? ഉണ്ടാവുമെന്ന കള്ള കാര്യം 100% ഉറപ്പല്ലേ? അതിന് ആരെങ്കിലും വായത് പറയണോ? ആരെങ്കിലും ഉപദേശിക്കണോ? ഇല്ലല്ലോ. നമ്മൾ മക്കളെ പറഞ്ഞു വിട്ട് ആ പുസ്തകം മേടിച്ചുകൊണ്ടില്ല, എന്താ പുള്ളി എഴുതിയേക്കണമെന്നൊന്നും അറിയാലോ. നമ്മളെ സഹായിക്കുന്ന ഒരാളല്ലേ. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, അതിന്റെ വ്യവസ്ഥാപിതമായ ചലനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അതിന്റെ വിസ്മയാവഹമായ വലിപ്പത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ദൈനംദിനം ആവശ്യമുള്ള മുഴുവൻ വിഭവങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ആ പടച്ച തമ്പുരാൻ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ആ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കണമെന്ന് നമുക്ക് എന്തേ തോന്നാത്തത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉത്തരം, ഓമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അവർ അള്ളാഹുവിനെ മാനിക്കേണ്ട വിധം മാനിച്ചിട്ടില്ല. അവർ അള്ളാഹുവിന് കൊടുക്കേണ്ട ഗൗരവം കൊടുത്തിട്ടില്ല. അവർക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു വിശ്വാസം അത്ര തന്നെ. അതിനപ്പുറം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു നാഥൻ എന്നുള്ള ആ മഹത്വം ഉണ്ടല്ലോ, തനിക്ക് ജന്മം നൽകിയ നാഥൻ എന്ന മഹത്വം ഉണ്ടല്ലോ, നമുക്ക് അത്ഭുതകരമായ മസ്തിഷ്കവും കണ്ണും ഒക്കെ നൽകിയ ആ പടച്ചതമ്പുരാനുണ്ടല്ലോ, ആ പടച്ചതമ്പുരാൻ എഴുതി എന്ന് പറയുന്ന അവന്റെ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണല്ലോ വിശുദ്ധ ഖുർആൻ. അത് വായിക്കണം എന്ന് നമുക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്? എവിടെയോ ഒരു വശപ്പശയില്ലേ യഥാർത്ഥത്തിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെല്ലാം വായിക്കുന്നുണ്ട്? നമ്മളൊന്നും വായിക്കുന്നില്ല, കുഴപ്പമില്ല. ഒന്നും വായിക്കാൻ അറിയാത്തവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ എന്തു പറയാനാ? അതല്ല, നമ്മൾ എന്തെല്ലാം വായിക്കുന്നുണ്ട്. എത്രയോ പുസ്തകങ്ങൾ ഇതിനകം നമ്മൾ വായിച്ചിട്ടുണ്ട്. പത്രം നമ്മൾ വായിക്കുന്നില്ലേ? ഒരു ദിവസത്തെ മിനിമം പത്രം, മാധ്യമം പത്രം ഒരു ദിവസത്തെ 12 പേജാണ്. ഞാൻ ഇതിനു മുമ്പ് ആ കണക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ദിവസത്തെ മാധ്യമം പത്രം 12 പേജായിരുന്നു. ഈ 12 പേജ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ 50 പേജിന് തുല്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ 50 പേജിന് തുല്യമാണ്. മിനിമം 50 കൂടുതലുള്ള പേജിന് തുല്യമാണ്. എന്നാൽ ആ പത്രം നമ്മൾ വായിക്കാറില്ലേ? എല്ലാ ദിവസവും വായിക്കാറില്ലേ? ഇനി അതിനു പുറമെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, ഇതിലെല്ലാം നമ്മൾ എന്തെല്ലാം കാണുകയും എന്തെല്ലാം വായിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതേ കയ്യിലിരിക്കുന്ന അതേ മൊബൈലിലുള്ള ഖുർആൻ ഒന്ന് വായിക്കാൻ നമുക്ക് തീരെ സമയവുമില്ല, സന്ദർഭവുമില്ല, താല്പര്യവുമില്ല. അതാ ഞാൻ പറഞ്ഞ എവിടെയോ ഒരു വശപ്പശകുണ്ട് എന്ന്. എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം മറ്റൊന്നുമല്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഗൗരവം നമ്മൾ കൊടുത്തിട്ടില്ല. അള്ള വെറും ഒരു വിശ്വാസ കാര്യമായി ഇന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. അതാണ് അടിസ്ഥാന പ്രശ്നം. ഒരു വിശ്വാസ കാര്യമായി ജീവിതത്തിൽ സ്വാധീനിക്കേണ്ടവനായി അള്ളാഹനെ നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹനെ ഒരു വിശ്വാസ കാര്യമായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ആ വിശ്വാസ കാര്യത്തിൽ നിന്ന് നമ്മൾ അള്ളാഹനെ ഇറക്കിക്കൊണ്ടുവന്ന് ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നവനായി അള്ളാഹനെ മാറ്റുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കണമെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അതിന് നമ്മളൊന്ന് ചിന്തിക്കണം, അതിന് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. നമുക്ക് എല്ലാം പറ്റും, അള്ളാഹിന്റെ ഗ്രന്ഥം മാത്രം വായിക്കാൻ പറ്റില്ല എന്നിടത്താണ് ഇപ്പം നമ്മളുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ 17 പ്രാവശ്യം ഫാത്തിഹ ഓതു എന്ന് പറഞ്ഞല്ലോ. 17 റക്അത്താണ് നമ്മൾ നമസ്കരിക്കുന്നത്. 17 റക്അത്ത്, 5 ഒക്കത്തിലായിട്ട് 17 റക്അത്ത് നമസ്കരിക്കുന്നു. അള്ളാഹനെ ഓർത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് 17 റക്അത്ത്. അപ്പൊ 30 കൊല്ലം നമ്മൾ നമസ്കരിക്കുമ്പോൾ എത്ര റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടാകും? 1,83,600 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടാകും. 30 കൊല്ലമായി നിസ്കരിക്കുന്ന ഒരാൾ 1,83,600 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടാവും. ഈ 1,83,600 റക്അത്ത് നമസ്കരിച്ചതും അള്ളാഹനെ ഓർത്താണ്, അല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അള്ളാഹനെ ഓർത്താണ് അത് ചെയ്തത്.
നാം നോമ്പ് പിടിച്ചു, മിക്കവാറും എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ട്. ഒരു വർഷം നോമ്പ് 30 30 കൊല്ലം നോമ്പ് പിടിച്ച 900 നോമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. 10-14 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് 900 നോമ്പ് നമ്മൾ പിടിച്ചത് അള്ളാനെ ഓർത്താണ്. അല്ലാന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അള്ളാനെ ഓർത്താണ് നമ്മളത് പിടിച്ചത്. അതുപോലെ തന്നെ നമ്മൾ തറാവീഹിൽ ഈ ക്ഷീണവും ഒക്കെ ഏറ്റുവാങ്ങി നമ്മൾ 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ 11 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുകയാണ്. അള്ളാനെ ഓർത്തിട്ടാണല്ലോ ഈ ക്ഷീണമൊക്കെ ഉള്ളപ്പോൾ പോലും നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാടും വീടും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ച് 7 ലക്ഷം രൂപ മുടക്കി നമ്മൾ ഹജ്ജിന് സന്നദ്ധമാകുന്നു. ഈ അള്ളാനെ ഓർത്തിട്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പലതും ചെയ്യുന്ന അള്ളാനെ ഓർത്തിട്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആ അള്ളാനെ ഓർത്ത് അള്ളാന്റെ വർത്തമാനങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആൻ ഒന്ന് നമ്മുടെ ഭാഷയിൽ വായിക്കണം എന്ന് മാത്രം എന്താ നമുക്ക് തോന്നാത്തത്? എന്താ അത് തോന്നാത്തത്? നിസ്കരിക്കുന്നത് അള്ളാനെ ഓർത്ത്, നോമ്പ് പിടിക്കുന്ന അള്ളാനെ ഓർത്ത്, ഹജ്ജ് ചെയ്യുന്ന അള്ളാനെ ഓർത്ത്, തറാവീഹ് നമസ്കരിക്കുന്ന അള്ളാനെ ഓർത്ത്. എങ്കിൽ ആ അള്ളാനെ ഓർത്ത് ആ അള്ളാഹുവിന്റെ വർത്തമാനങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ. ആ ഖുർആൻ കുറേച്ചെങ്കിലും നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് വായിച്ചാൽ എന്താണ് പ്രശ്നം? എന്താ നമുക്ക് അതിന് പറ്റാത്തത്? എന്താ അതിനകത്ത് ഇത്തിരി പഠിക്കണമെന്നും നമുക്ക് തോന്നാത്തത്? കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ അല്ലാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അള്ളാഹുവിന് നൽകേണ്ട ഒരു ഗൗരവം, ആ അള്ളാഹുവിന് നൽകേണ്ട ഒരു പരിഗണന നമ്മൾ അള്ളാഹുവിന് നൽകിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ ഒരു വിശ്വാസ കാര്യമായി നമ്മൾ ചുരുക്കി വച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നതെന്ന് എന്നൊക്കെ ചോദിച്ചേക്കാം. ആ ചോദ്യത്തിനൊക്കെ ഉത്തരവുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് എന്തുകൊണ്ടാണ് എനിക്കിതിന് പറ്റാത്തത് എന്ന്. ഗൗരവമായി റമദാനിൽ ആലോചിക്കണം. അല്ലാതെ ഞാൻ 30 ദിവസം നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഞാൻ തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വാസം കൊണ്ടിരുന്നാൽ ഈ ഗ്രന്ഥത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയായിരിക്കും അത്. ഇനി നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതിലും കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ഖുർആനൊന്നും നമുക്ക് വായിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, പല പ്രശ്നങ്ങളുണ്ട്. അതിൽ പല കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ജീവിത പദ്ധതിയായി, ഒരു വ്യവസ്ഥയായി, ഒരു ജീവിത വ്യവസ്ഥയായി, ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും മാർഗദർശനമായ ഒരു പ്രസ്ഥാനമായി, ഒരു ദീനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതാണ് ഇസ്ലാമിനെ. ആ ഇസ്ലാമിനെ നമ്മളൊക്കെ കൂടി ഒരു അനുഷ്ഠാന മതമാക്കി വെച്ചു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും. ഇത് ഇസ്ലാമാകുന്ന ദൈവികമായ ഒരു ദർശനത്തെ, ഒരു സമഗ്രമായ ഒരു ദർശനത്തെ നമ്മളൊരു അനുഷ്ഠാന മതത്തിലേക്ക് ചുരുക്കി കെട്ടി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇസ്ലാമിനെ നമ്മൾ ഈമാൻ കാര്യത്തിലേക്കും ഇസ്ലാം കാര്യത്തിലേക്കും ചുരുക്കി. നമുക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവുമാണ്. 6 ഈമാൻ കാര്യവും 5 ഇസ്ലാം കാര്യവും. 6 ഈമാൻ കാര്യവും 5 ഇസ്ലാം കാര്യവും. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതമായി, മതം എന്ന് പറഞ്ഞാൽ ഒരു അനുഷ്ഠാന മതമായി. ആ മതത്തെ വീണ്ടും നമ്മൾ ഇസ്ലാം കാര്യത്തിലേക്കും ഈമാൻ കാര്യത്തിലേക്കും ചുരുക്കി. അങ്ങനെ 6, 5, 11 കാര്യവും നമ്മൾ പറയാറില്ലേ? അവകളറിയൽ ഫർളാണ് എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ മദ്രസ കാലത്ത്. ഈ 6 കാര്യങ്ങൾ എന്തെന്നാ? വെറും വിശ്വാസ കാര്യമാണ്. അത് 6 നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞാനത് ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയതല്ലോ, ഞാൻ പണ്ട് കാലം പോലും വിശ്വസിക്കാൻ തുടങ്ങിയതാണ്. ഇനി തൽക്കാലം ആ വിശ്വാസത്തോട്ട് ഉപേക്ഷിക്കാൻ ഉദ്ദേശമില്ല. അപ്പൊ 6 കാര്യം ഞാൻ വിശ്വസിക്കാനുണ്ട്, അതിന് വേറെ പണിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, വിശ്വസിച്ചാൽ മതി. പിന്നെ ഉള്ളു ബാക്കി 5 കാര്യമാണ്. ഈ 5 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് എവിടെ നമ്മൾ പറയാറില്ല. എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒന്നാമത്തെ കാര്യം? ഇസ്ലാം കാര്യം 5 എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെന്നല്ലാതെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഈ 1-ാം കാര്യം എവിടെയെങ്കിലും വിശദീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? 1-ാം കാര്യം എവിടെയും വിശദീകരിക്കാറില്ല. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ 1-ാം കാര്യം പറയാറില്ല, 2-ാം കാര്യം പോലെ പറയാറുള്ളൂ. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ 1-ാം കാര്യം വിശദീകരിച്ചില്ല, അത് നമ്മളിവിടെ നേരത്തെ വിശദീകരിച്ച് പോയിട്ടുള്ളതാണ്. എന്താണ് ഈ 1-ാം കാര്യം എന്നുള്ളത്? 6 കാര്യം വിശ്വാസ കാര്യവും
5 കാര്യം കർമ്മകാര്യവുമാണല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം കർമ്മകാരിയായിട്ട് കാണണമല്ലോ. പക്ഷെ എവിടെയും കർമ്മകാരിയായിട്ട് നമ്മൾ വിശദീകരിച്ച് കണ്ടിട്ടില്ല. നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ട് അതൊക്കെ വിട്ടുപോയതെന്ന്. അതൊന്നും എവിടെയൊക്കെ വിശദീകരിക്കപ്പെടാതെ പോയത് എന്താണെന്നൊക്കെ നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം നിസ്കാരം. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചിന്തിക്കണേ ഇങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞൊരു സമഗ്ര ദർശനത്തെ ആദ്യം നമ്മൾ മതമാക്കി, മതത്തെ അനുഷ്ഠാന മതമാക്കി, അനുഷ്ഠാന മതത്തെ ഇസ്ലാം കാര്യത്തിലേക്ക് മീമാൻ കാര്യത്തിലേക്ക് ഒതുക്കി. എന്നിട്ട് നമ്മളിങ്ങനെ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുകയാണ്, 6 കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ 5 കാര്യമാണല്ലോ. ഒന്നാമത്തെ കാര്യം ഇല്ല. രണ്ടാമത്തെ കാര്യം നിസ്കാരം, ഞാനത് ചെയ്യുന്നുണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കല്ലേ. മൂന്നാമത്തെ കാര്യം സക്കാത്ത്, അതിന് ഞാൻ കോടീശ്വരനല്ലല്ലോ, അതുകൊണ്ട് ഞാനത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ 4-ാമത്തെ കാര്യം നോമ്പ്, അത് 10-30 കൊല്ലമായിട്ട് ഞാൻ പിടിക്കണതാണല്ലോ. ഹജ്ജ്, അത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു കാശില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല, തീർന്ന്. പിന്നെന്താ ഉള്ളത്? പ്രത്യേകിച്ച് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് മുസ്ലിമായി. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് എന്തെന്ന് പ്രത്യേകിച്ച് ഖുർആനിൽ നിന്ന് പഠിക്കാനുള്ളത് അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഖുർആനിൽ നിന്ന് എന്തർത്ഥം അറിഞ്ഞിട്ട് ഞാൻ എന്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെയുള്ള ഒരു കാര്യം ഓതി കൂലി വാങ്ങണം. അതും കൂടി കിട്ടിയ നമ്മുടെ മൊത്തം പരിപാടി ഏതാണ്ട് വിജയത്തിലെത്തി. ബാക്കി ഉണ്ടെങ്കിൽ അത് ഓതി കൂലി വാങ്ങലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ. നമ്മൾ എങ്ങനെ വക്രതയോടുകൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമുക്ക് കൂലിമയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഖുർആൻ ഓതി കൂലി വാങ്ങണം. അതുകൊണ്ടാണല്ലോ ഖുർആൻ അർത്ഥമില്ലാതെ വെറുതെ ഇരുന്ന് ഓതുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് ചോദിച്ചാൽ ഉടനെ വരുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അർത്ഥം അറിയാതെ ഓതിയ കൂലിയില്ലേ എന്നാണ്. അത്രമാത്രം നമ്മൾ ജാഗ്രതയുണ്ട് ആ കാര്യത്തിൽ. അർത്ഥമറിയാതെ വെറുതെ ഇരുന്ന് ഇത് ഓതിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഉടനെ സദസ്സിൽ നിന്നും ചോദ്യം വരും, അപ്പം അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടൂലേ എന്ന്. എന്നാലും ചിലരുടെ ഗവേഷണ വിഷയം തന്നെ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടും എന്നുള്ളതിൻ്റെ തെളിവ് സമാഹരിക്കലാണ്. ചിലരുടെ ഗവേഷണ സബ്ജക്റ്റ് തന്നെ അതാണ്. ഇത് അർത്ഥം അറിയാതെ ഇരുന്ന് ഓതിയാൽ കൂലി കിട്ടും എന്നതിൻ്റെ തെളിവുകൾ എന്തൊക്കെയെന്ന് അന്വേഷിക്കലാണ് ചിലരുടെ പരിപാടി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, അർത്ഥം അറിയാതെ ഓതിയാൽ, അർത്ഥം അറിയാതെ ഓതുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് ചോദിച്ചാൽ ഉടനെ വരുമല്ലോ ചോദ്യം, അപ്പം അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടൂലേ എന്ന്. നേരെ തിരിച്ച് നമ്മളൊരു 10 മണിക്കൂർ നേട്ടും അർത്ഥം അറിയാതെ ഓതാത്ത, അർത്ഥം അറിയാതെ ഖുർആൻ ഖത്തം തീർക്കുന്നതിൻ്റെ മഹത്വം ഇങ്ങനെ 10 മണിക്കൂർ പ്രസംഗിച്ചാലും ആ സദസ്സിൽ നിന്നും ഒരാളും ചോദിക്കൂല, അല്ല സാഹിബേ അപ്പം അർത്ഥം അറിയണ്ടേ എന്ന് ചോദിക്കൂല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 15 മിനിറ്റ് എടുത്ത് അർത്ഥമറിയാതെ ഓതുന്നതിൽ എന്തർത്ഥമാണെന്ന് ഞാൻ ചോദിച്ചാൽ 15 മിനിറ്റിനിടക്ക് 10 ചോദ്യം വരും. അർത്ഥം അറിയാതെ ഓതി എന്ന് ചോദിച്ചു കൂലി കിട്ടൂലെന്ന് ചോദിക്കും. അതേസമയം അർത്ഥമറിയാതെ ഇങ്ങനെ ഖത്തം തീർക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ പുണ്യം, അതിൻ്റെ പോരിശ, അതിൻ്റെ കൂലി ഞാൻ 10 മണിക്കൂർ പ്രസംഗിച്ചാലും ഒരുത്തം പോലും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുക, നിങ്ങൾ 10 മണിക്കൂറായല്ലോ പ്രസംഗിക്കുന്നത്, പക്ഷെ 1 മിനിറ്റിൽ പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ അർത്ഥം അറിയണമെന്ന് ഒരാളും ചോദിക്കില്ല. നമുക്കത് അർത്ഥം അറിയേണ്ട കാര്യമില്ല. ആ കാര്യമില്ലാത്തതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ വായിച്ചു നോക്കിയിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? നിസ്കരിക്കണമെന്നല്ലേ, അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. നോമ്പുടിക്കണമെന്നല്ലേ, അത് ഞാൻ 10-30 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. ഹജ്ജ്, സക്കാത്ത്, അതിൻ്റെ കാശില്ല, ഞാൻ കൊടുക്കണില്ല. ഹജ്ജ് അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചെയ്യണില്ല, എൻ്റെ അടുത്ത് കാശുമില്ല. പിന്നെന്തെന്നുള്ളത് ഇതിരുന്ന് ഓതുക, കൂലി വാങ്ങുക എന്നുള്ള ഒരു മനോനിലവാരം നമ്മുടേത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ ഈ യഥാർത്ഥ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ചെടുത്ത് എത്രത്തോളം മാറിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ഇസ്ലാമിനെ കൺഫൈൻ ചെയ്തത് കൊണ്ടാണ്, ആരാധനാ കർമ്മങ്ങളിലേക്ക്, ഇസ്ലാം കാര്യത്തിലേക്കും ഈമാൻ കാര്യത്തിലേക്കും കൺഫൈൻ ചെയ്തത് കൊണ്ടാണ്, ചുരുക്കി കെട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇനി കൂലിയുടെ കാര്യം എടുത്തോ. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ ഈ ലോജിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂലിയാണ് നമ്മുടെ പ്രശ്നം. ശരി, അപ്പൊ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടും എങ്കിൽ അർത്ഥം അറിഞ്ഞ് ഓതിയാൽ ഡബിൾ കൂലി കിട്ടൂലേ? എന്നിട്ടെന്താ നമ്മൾ അർത്ഥം അറിഞ്ഞ് ഓതാത്തത്? അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി കിട്ടും, അർത്ഥം അറിഞ്ഞ് ഓതിയാൽ ഡബിൾ കൂലി കിട്ടണമല്ലോ. കാരണം ഇത് അർത്ഥം അറിയുന്നു, ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, അപ്പൊ ഡബിൾ കൂലി കിട്ടണം. പക്ഷെ നമുക്ക് ആ ഡബിൾ കൂലി വേണ്ട. അതെന്താ കാര്യം എന്നറിയാവോ?
അർത്ഥമറിഞ്ഞ് വായിക്കുക എന്ന് പറയുന്നത് മെനക്കേടാണ്. അതൊരു മെനക്കേടാണ്. അപ്പം അത് മെനക്കേടാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അതിന് നമ്മൾ സ്വീകരിക്കുന്ന ഒരു ബൈപ്പാസ് ആണ് അർത്ഥം അറിയാതെ ഓതിയ കൂലി കിട്ടൂല എന്നുള്ള ചോദ്യം പോലും. അർത്ഥം അറിഞ്ഞ് ഓതുക മറ്റു ചില കാരണങ്ങളും കൂടി ഉണ്ട്, അതിപ്പോൾ ഞാൻ വിശദീകരിക്കണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഇത് കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ ഖത്തമോദി കൂലി വാങ്ങാൻ തന്ന ഒരു ഗ്രന്ഥമല്ല. അത് ഹുദയാണ്, അത് ശിഫയാണ്, അത് ഫുർഖാനാണ്, അത് മർക്കത്താണ്, അത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വഴിയാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. ഇതെല്ലാമാണ് മുന്നറിയിപ്പാണ്, സന്തോഷ വാർത്തയാണ്. ഇതെല്ലാമാണ് ഖുർആൻ. അങ്ങനെ തന്ന ഒരു പ്രമാണരേഖയാണത്. ആ പ്രമാണരേഖയോട് ആ പ്രമാണരേഖയോടുള്ള നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറഞ്ഞാൽ ഖത്തം തീർക്കലല്ല. ആ പ്രമാണരേഖയോട് നമുക്ക് നമ്മൾ നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് അർത്ഥമറിയാതെ ഇരുന്ന് ഖത്തം തീർക്കലല്ല, മറിച്ച് അർത്ഥത്തോടുകൂടി അത് വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതത്തിൽ പരമാവധി പകർത്താവുന്നിടങ്ങളെല്ലാം അത് പകർത്തുകയും ചെയ്യലാണ് ആ ഗ്രന്ഥത്തോട് നമുക്ക് കാണിക്കാനുള്ള ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. അതാണ് അതിനോടുള്ള നമ്മുടെ ബാധ്യത. അർത്ഥമറിഞ്ഞ് വായിച്ച എല്ലാ ബാധ്യതയും തീർന്ന് എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ വിചാരിക്കരുത്. ഈ അർത്ഥമറിഞ്ഞ് വായിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാളിരുന്ന് അർത്ഥമറിഞ്ഞ് വായിച്ച് തീർത്ത അപ്പം അതുകൊണ്ട് എല്ലാ ബാധ്യതയും തീർന്ന് അല്ല. അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ കാര്യം തിരിയുമ്പോൾ ജീവിതത്തിൽ അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ജീവിതത്തിൽ പകർത്തണം എന്ന് തോന്നും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ റമദാനിൽ ഗൗരവമായി നമ്മളൊന്ന് ആലോചിക്കണം. ഖുർആനിനെ സമീപിക്കേണ്ട വിധം സമീപിക്കണം. അല്ലെങ്കിൽ നാളെ പടച്ച തമ്പുരാന്റെ മുൻപിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയൊഴിഞ്ഞുള്ളൊരു സംസാരം വിശുദ്ധ ഖുർആനിലുണ്ട്. യാ റബ്ബി ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹുവേ, എൻ്റെ ഈ ജനം ഈ വേദഗ്രന്ഥത്തെ, ഈ ഗ്രന്ഥത്തെ, നീ തന്ന പ്രമാണരേഖയെ പരിഹാസപാത്രമാക്കി കളഞ്ഞു തമ്പുരാനെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൈയൊഴിഞ്ഞുള്ള സംസാരത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ പഠിക്കണം. എല്ലാ ദിവസവും ഖുർആൻ്റെ പുറകിൽ മണിക്കൂറുകളോളം ചെലവഴിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു മുഫസ്സിറാകണം, വലിയൊരു പണ്ഡിതനാകണം, ഗവേഷകനാകണം എന്നുമല്ല പറയുന്നത്. മിനിമം ആ പ്രമാണരേഖയിൽ അള്ളാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫാത്തിഹയുടെ കാര്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ. എത്രമാത്രം ദുരന്തപൂർണമായ പരിണിതിയാണ് നമുക്ക് ഇനിയും ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല എന്ന് വന്നാൽ ഉള്ളത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ ഒരു തരം പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ പറയുന്നതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ കാരണവന്മാർ എന്ന് പറയുന്നവർ ഈ ഖുർആൻ അർത്ഥസഹിതമാണ് വായിച്ചിരുന്നതെങ്കിൽ നമ്മളോട് ഈ വാതൊന്നും പറയേണ്ടി വരില്ല. നമ്മളും അർത്ഥസഹിതം വായിച്ചു പോയേനെ. നമ്മുടെ മുൻഗാമികൾ നമ്മൾ കാണുന്നത് നമ്മുടെ മുൻഗാമികൾ ഇരുന്ന് അർത്ഥസഹിതം വായിക്കുന്നതായിരുന്നെങ്കിൽ നമ്മളും അർത്ഥസഹിതം വായിച്ചു പോയേനെ. ഒരു വാതും പറയേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മുൻഗാമികളെ കണ്ടുകൊണ്ട് നമ്മൾ അർത്ഥസഹിതം ഇത് വായിക്കുകയാണ്. അർത്ഥസഹിതമാണ് വായിക്കേണ്ടതെന്ന് മക്കൾക്കും തോന്നും. അല്ല, ശരിയല്ലേ, ഇത് അറബി ഭാഷയിലുള്ളതാണ്, അതിൻ്റെ അർത്ഥം അറിയേണ്ടതില്ലേ? അങ്ങനെ നാം അർത്ഥസഹിതം ഇരുന്ന് വായിക്കുന്നു. ആ സമയത്ത് ഒരാൾ വന്നിട്ടും പറയണ്, അല്ലെങ്കിൽ ഒരു മൗലവി വന്നിട്ട് പറയണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് പറയണം, അല്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ അർത്ഥം അറിഞ്ഞത് വായിക്കുന്നത്, നിങ്ങൾ അല്ലാതെ ഓതിയ പോരെ എന്ന് ചോദിച്ചാൽ നമ്മൾ കരണം പൊത്തി അടിക്കില്ലേ? താൻ എന്താണ് ഈ പറയുന്നത്? അറബിയിൽ ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥം അർത്ഥം അറിയാതെ ഇരുന്ന് ഓതാനോ എന്ന് നമ്മൾ ചോദിക്കൂലേ? അത് ചോദിക്കാത്തതിൻ്റെ കാരണം നമ്മൾ പാരമ്പര്യത്തിൻ്റെ ചട്ടക്കൂടിലാണുള്ളത്. ഇതിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ തിരിഞ്ഞുപോയാൽ നമ്മൾ പാരമ്പര്യമായിട്ട് അർത്ഥസഹിതമാണ് നമ്മൾ വായിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഈ പ്രഭാഷണങ്ങളൊന്നും നടത്തേണ്ടി വരില്ലായിരുന്നു. നമ്മുടെ മക്കളും നമ്മുടെ പിന്തലമുറക്കാരും അർത്ഥസഹിതം അത് വായിച്ചേനെ. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് അവനോട് എന്തിനാ അർത്ഥസഹിതം നോക്കണം, വെറുതെ ഓതിയ പോരെ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ അടിക്കും. കാരണം അവനറിയാം ഇയാൾ പറയുന്ന ആകെ പമ്പര വിഡ്ഢിത്തരാണെന്ന്. അതാ ഞാൻ പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ചൊക്കെ നമ്മൾ മക്കൾ കാണുകയെ ഖുർആൻ പഠിക്കാനും ഖുർആൻ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ വരുന്ന തലമുറക്കെങ്കിലും അത് അർത്ഥസഹിതം വായിച്ചു പോകാനുള്ള ഒരു ശീലം അവർക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വരുന്ന തലമുറയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത്. നമ്മൾ അർത്ഥസഹിതം ഇരുന്ന് വായിക്കുക, അത് മക്കൾ കേൾക്കുക. ഞാൻ ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യം, അതിൽ തെറ്റിദ്ധരിച്ചു പോകരുത്. ഖുർആൻ തന്നെ ഓതാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ ആദ്യം അത് ഖുർആൻ ഓതാൻ പഠിക്കുകയാണ് വേണ്ടത്.
അർത്ഥം കൂടി നോക്കാം, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവർ മദ്രസ പഠിച്ചു പോകുന്നതായിരിക്കും. ഖുർആനൊന്നും ശരിക്കും ഓതാൻ പഠിക്കുന്നുണ്ടാവില്ല, ഓതാൻ അറിയാൻ പാടുണ്ടാവില്ല. അങ്ങനെയുള്ള മക്കളോട് ഖുർആൻ ഓതി അതൊന്ന് ഫ്ലുവൻ്റ് ആകാൻ ശ്രമിക്കണം. ഞാൻ ഈ സംസാരങ്ങൾ മുഴുവൻ നടത്തുന്നത് ഖുർആൻ നന്നായി ഓതാൻ അറിയാം, മലയാളം നന്നായി അറിയാം, കയ്യിൽ ട്രാൻസ്ലേഷനുണ്ട്, എല്ലാമുണ്ട്, അത്തരക്കാരോടാണ് എൻ്റെ ഈ സംസാരം. അത്തരക്കാരാണ് സമൂഹത്തിലുള്ളത്. അല്ല, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഖുർആൻ ഓതാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. വിക്കിയൊക്കെ ഓതുന്ന ആളുകൾ അത് ഫ്ലുവൻ്റ് ആയിട്ട് ഓതാൻ പഠിക്കണം. അതിൻ്റെ കൂടെ അർത്ഥവും കൂടി നോക്കിയാൽ വളരെ വളരെ ഉപകാരം. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആനോട് ഈ റമദാനിൽ നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മൗഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നമ്മുടെ ഖുതുബ പലപ്പോഴും കേൾക്കാൻ വരുന്ന ഒരു പരീ സാഹിബ് അവിടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന പല ആളുകളും ഇരിപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.